ഇനി നമുക്ക് വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 100 ഗ്രാം ബീൻസ് ആണ് എടുത്തേക്കുന്നത്. ഇതിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കണ എല്ലാ വെജിറ്റബിൾസും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് 120 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടിന്റെ 1/4 ഭാഗമാണ് അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഈ ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഈ ബീട്രൂട്ട് ഒരു പിടി ബീട്രൂട്ട് ഉണ്ടാവും. പിന്നെ വേണ്ടത് പച്ചപ്പട്ടാണിയാണ്. പച്ചപ്പട്ടാണി 2 പിടി എടുത്തിട്ടുണ്ട്. പച്ചപ്പട്ടാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ പീസിനെയാണ് പച്ചപ്പട്ടാണി എന്ന് പറയുന്നത്. പിന്നെ ഉരുളൻകിഴങ്ങ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മുളകിന്റെ പൊടിയൊന്നും ചേർക്കണില്ല. അപ്പൊ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇഞ്ചി നല്ല പൊടി പോലെ ചതച്ചെടുക്കണം. കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അല്ലി പോലെ വിടർത്തിയിടണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് വേണം. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഗരം മസാലയും വേണം. ഗരം മസാലയും ജീരകത്തിന്റെ പൊടിയും ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഇത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയതുകൊണ്ട് മുട്ടയിൽ ടിപ്പ് ചെയ്തിട്ടല്ല ഇത് വറുത്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ട് ഈ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ മിക്സ് ചെയ്തെടുക്കണ പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആക്കാന്ന്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇത് 3 കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. ഈ സവോളയൊക്കെ ഒന്ന് വഴന്നാൽ മതി. ഇപ്പൊ സവോളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇതിനകത്തോടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളുടെ ആ പച്ച പേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇതിനകത്തോടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീൻസ് ചേർക്കാം. ക്യാരറ്റ് ചേർക്കാം. ഫ്രോസൺ പീസ് ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ബീട്രൂട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ജീരകത്തിന്റെ പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കാം. ജീരകത്തിന്റെ പൊടിയും ഗരം മസാലയും നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ ഉരുളൻകിഴങ്ങും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ചേക്കണ ഉരുളൻകിഴങ്ങ് ചേർക്കാം. അത് ഉരുളൻകിഴങ്ങ് എന്തോരം ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു തിക്കായിട്ട് വരണം. അപ്പം അതനുസരിച്ചിട്ട് ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഇതിലേക്ക് ഏറ്റവും ആദ്യം 2 ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഇത് കഴിഞ്ഞിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം.
ഏറ്റവും ആദ്യം ഉരുളക്കിഴങ്ങ് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടിയും ചേർക്കാം. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ അത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയും ചേർക്കാം. ഇത് വെജിറ്റബിൾ ആയതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാലും ഇതിൽ ചെറുതായിട്ട് മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയും ചേർത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ ഈ കട്ട്ലേറ്റ് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഈ കട്ട്ലേറ്റ് കുറേ എണ്ണ കുടിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടിയും ഇതിൻ്റെ മിക്സ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട്ലേറ്റിന് ഷേപ്പാക്കാൻ പോണതിന് മുമ്പ് നമ്മൾ കൈ നന്നായിട്ട് കഴുകണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കൈമ ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കൈമ അത് കൂടുതൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് കൈ കഴുകിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിനകത്ത് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇത് മിക്സ് ഇതേപോലെ നമ്മൾ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കൈമ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ അതനുസരിച്ചിട്ട് ബ്രെഡ് ക്രംസ് ചേർക്കണം. ഇത് മാറ്റി വയ്ക്കാം. ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാവരും പരത്തിയെടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അതിൽ ഏറ്റവും ആദ്യം ഇത് ഡിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് ദോശമാവിൻ്റെ പോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും വേണം. നമുക്ക് ഈ കട്ട്ലേറ്റ് എടുത്തിട്ട് ഇത് ഏറ്റവും ആദ്യം ഈ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യാം. മൈദയിൽ ഇട്ട വഴിക്കാണ് നമ്മൾ എടുക്കണം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഇത് മറ്റേ കൈ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലായിടത്തും ആവണം. ഇതേപോലെ എല്ലാവരും ഇങ്ങനെ തന്നെ എടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ബ്രെഡ് ക്രംസ് ഞാനിവിടെ കഴിഞ്ഞ ദിവസം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രെഡ് ക്രംസ് ആണിത്. ഈ ബ്രെഡ് ക്രംസ് ഈ കട്ട്ലേറ്റിൻ്റെ സൈഡിലേക്ക് നന്നായിട്ട് ആവണം. അത് നമ്മൾ ഈ മൈദയിൽ മിക്സ് ചെയ്യണ കൈ വെച്ചിട്ട് തന്നെ ഈ ബ്രെഡ് ക്രംസിൽ ഇടണ്ട. അതിന് നമുക്ക് മറ്റേ കൈ വെച്ചിട്ട് ചെയ്യാം. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റ് വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കട്ട്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. തീ നന്നായിട്ട് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല, തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾ ഓരോ കട്ട്ലേറ്റ് എടുത്തിടുമ്പോൾ ഇത് പതുക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുത്തിടാം. അപ്പോൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അത് പോവും. ഈ ബ്രെഡ് ക്രംസ് ഇതിനകത്ത് കിടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കും. കട്ട്ലേറ്റ് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള കട്ട്ലേറ്റും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പുറത്ത് ഈ കോട്ടിങ്ങൊക്കെയും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഫ്രഷായിട്ട് നിങ്ങൾ വീട്ടിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും.
പിന്നെ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടോടുകൂടി കഴിക്കണം. നേരത്തെ കൂട്ടിയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെക്കരുത്.